ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ മണക്കാട് സൈറ്റിൽ അടുത്ത ദിവസം ലിൻഡിൽ മട്ടം കെട്ടി ലെവൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, നമ്മൾ റേറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ റേറ്റ് കൊടുക്കുന്നത് നിങ്ങൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കണോ, അതേ നമ്മളകത്ത് കെട്ടുന്ന പടവിൻ്റെ ചുമര് കണക്കാക്കിയാണോ റേറ്റ് കൊടുക്കുന്നത്? അങ്ങനെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ റേറ്റ് കൊടുക്കുന്നത് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് റേറ്റ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ മാക്സിമം ഞങ്ങൾ ഏറ്റവും കുറച്ചാണ് റേറ്റ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ നഷ്ടം വരെ വന്നേക്കാം. അപ്പോൾ നമുക്ക് നഷ്ടം വരാതെ നമ്മളൊരു വർക്ക് എങ്ങനെ തീർക്കാൻ പറ്റും, അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഒരു വർക്ക് നമ്മൾ എടുത്തത് അത് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ആ വർക്ക് എടുത്തതെന്ന് കരുതി നമ്മളെ വർക്കിന് നമ്മളവിടെ വേറൊരു കള്ളത്തിനോ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. കാരണം നമ്മൾ ഏത് റേറ്റ്, സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടിയ റേറ്റിന് എടുത്താലും കുറഞ്ഞ റേറ്റിന് എടുത്താലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വർക്ക്, അതായത് നമ്മളെ റേറ്റിന് ഞങ്ങൾ മുതലാക്കുന്ന എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു കഴിവ് മാത്രമല്ല, ഞങ്ങളൊരു ടീം വർക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഹെൽപ്പറായാലും എൻ്റെ കൂടെ നിൽക്കുന്ന മേസ്ത്രി ആയിരുന്നാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 1550 കല്ലിൻ്റെ കെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡോറ് വരുന്നുണ്ട്, വിൻഡോ ജനൽ വരുന്നുണ്ട്, ഇപ്പോൾ ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ കെട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ടഫായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ ബാത്റൂമിൻ്റെ ചുമരാണ്. അതായത് നമുക്ക് 3 ബാത്റൂം ഈ രണ്ടാമത്തെ നിലയിൽ വരുന്നുണ്ട്. അപ്പോൾ 3 ബെഡ്റൂം, 3 ബാത്റൂം, ഒരു ഹോള്, അങ്ങനെയാണ് വരുന്നത്. ഒരു പാസേജ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ചുവര് കെട്ടുമ്പോൾ നമുക്ക് 4 ചുവരും കറങ്ങി കെട്ടണം. അപ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഒരുപാട് സമയം, കാരണം നമുക്ക് അതിന് ചാരം ഇടണം. അപ്പോൾ അങ്ങനെ ചാരമൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മളിവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾ, ഈ ഒരു കോൺട്രാക്റ്റിന് നഷ്ടം വരാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ വർക്ക് നല്ല രീതിയിൽ നടക്കും. ചില ആൾക്കാർ, ചില മേസ്ത്രിമാരും ചില പണിക്കാരെന്ന് പറയുന്നത് അവർ സമയം നോക്കിയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് രാവിലെ വരണം, എങ്ങനെയെങ്കിലും വൈകുന്നേരം വരെ ആക്കണം, എന്തെങ്കിലും കാട്ടിക്കൂട്ടണം, പൈസ മേടിക്കണം, പോകണം. അതാണ് ചില ആൾക്കാരുടെ മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ ടീം വർക്ക് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ചെയ്യുന്ന വർക്ക് അത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്ത് തീർത്ത് കൊടുക്കും. അത് അത്രയും കറക്റ്റ് രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത്. കാരണം നമ്മളെ ക്ലയൻറ്റ് റെക്കമെൻഡ് ചെയ്താണ് നമുക്ക് വർക്കുകൾ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് അത്യാവശ്യത്തിനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് 10 വരിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഒരു ബാത്റൂമിൽ വിൻഡോ ഇതൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മാക്സിമം ആ നല്ലൊരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ ഒരു ബുദ്ധിമുട്ടും വരരുത്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കിയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ബെഡ്റൂമും ഹാളായാലും ഏതും ഇതായാലും നമ്മൾ ഫസ്റ്റ് വരി വയ്ക്കുമ്പോൾ കറക്റ്റ് ടേപ്പ് പിടിച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് എല്ലാം എടുത്ത് വാട്ടറിൽ മട്ടം എടുത്ത് ആണ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളൊരു 3 പർഗോള കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല ഒരു ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 3 പർഗോള കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ പർഗോള, കാരണം ഈ പർഗോളയൊക്കെ കൊടുക്കുന്നത് നമ്മൾ റേറ്റിൽ വരുന്ന വർക്കല്ല, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ചെയ്തെന്ന് കരുതി ഞങ്ങൾ ഇതിന് എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നില്ല. കാരണം ഞങ്ങളെ വർക്കിൻ്റെ കൂടെ ഇതും കൂടി അങ്ങ് ചെയ്ത് അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ സെപ്പറേറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ സാധാരണ റേറ്റ് മാറ്റി വാങ്ങിക്കും. കാരണം നമ്മൾ എക്സ്ട്രാ എത്ര പണി ചെയ്തോ. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ വർക്കുകളായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തു പോകുന്നത്. പക്ഷേ ചെറിയ ചെറിയ വർക്കാണെങ്കിൽ പർഗോള തേച്ചൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു മേസ്ത്രിയുടെ പണി വരുന്നുണ്ട്, ഒരു മേസ്ത്രിയുടെ ഒരു ലേബറിൻ്റെ പണി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ചെയ്തു പോകുമ്പോൾ അവിടെ നമുക്കൊരു നഷ്ടമായിട്ട് വരില്ല. പിന്നെ ഇതിപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പം 1550 കല്ലോളം ഏകദേശം കിട്ടണം. അപ്പോൾ ഞങ്ങൾ 3 മേസ്ത്രി 4 ഹെൽപ്പറുണ്ട്. കാരണം 4 ഹെൽപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ നിന്നാണ് ഈ കല്ല് കംപ്ലീറ്റ് മേളിൽ കൊണ്ടുവരാൻ. അതുമല്ല ഈ ചാരത്തിൻ്റെ മുകളിൽ ഹൈറ്റിൻ്റെ ഉയരത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് കെട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിനായിട്ടുള്ള ഹെൽപ്പർ വേണം. കാരണം കല്ല് എടുത്ത് തരാനും അതിനായിട്ടുള്ള ഹെൽപ്പർ വേണം. നമ്മൾ താഴെയാണ് നിന്ന് കെട്ടുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെൽപ്പർ ഒരാളെ നമുക്ക് കുറച്ചാലും നമുക്ക് പ്രശ്നം വരുന്നില്ല.
എന്നാൽ ഇപ്പം നമ്മൾ ഇന്നുകൊണ്ട് കംപ്ലീറ്റും നമ്മൾ സൺസൈഡ് മട്ടം കംപ്ലീറ്റ് നമ്മൾ അടിച്ച് തീർക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ തട്ടടിച്ച് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം മേളത്തെ 4 വരി പടവും, അതായത് തട്ട് ലെവൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് വർക്ക് തീർക്കണം. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് തീർത്താൽ ഇനി അങ്ങോട്ട് വരുന്നത് മഴയാണ്. അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്ക് ഇത് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് പരുവം ആക്കിയിടണം. ആക്കിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കും ജോലിയില്ലാതെ മെനക്കെടേണ്ടി വരില്ല. കാരണം മഴയാകുമ്പം നമുക്ക് കുറച്ച് ദിവസം മെനക്കെട് വരും. അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമ്മൾ ഈ ഒരു ബിൽഡിങ് മൊത്തം കെട്ടി കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമുക്ക് മഴയായാലും പേടിക്കണം, നമുക്ക് അകത്തുനിന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും ഹാർഡായിട്ട് നിന്ന് ചെയ്യുന്നത്. ഏകദേശം എല്ലാവരും നല്ല ഹാർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം കല്ലൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റ്.